ശ്രീ ജോസഫ് ആന്റണി, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാർ ലംഘനം എന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ 4 മണിക്കൂറുകൾ കൊണ്ട് വളരെ വേഗം ആ കരാർ ലംഘനം ഉണ്ടായി എന്ന വിവരങ്ങളാണ് ഇന്നലെ രാത്രി വരെ വന്നത്. പക്ഷേ അതിനുശേഷം അവസാന മിനിറ്റുകളിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അതിർത്തി സംഘർഷരഹിതമായിരിക്കുന്നു ഇപ്പോൾ എന്നതാണ്. വെടിയൊച്ചകൾ കേൾക്കുന്നില്ല, സമാധാന ജീവിതത്തിലേക്ക് ആളുകൾ കടന്നു എന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ ഈ പ്രകോപനം തുടർന്നത് എന്തുകൊണ്ടായിരിക്കും? പ്രത്യേകിച്ചും അമേരിക്ക ഇടപെട്ട ഒരു വിഷയം, അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടു. ഈ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന ചർച്ചകൾക്ക് മുൻകൈ എടുക്കണമെന്ന പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചു. അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിലും പിന്നീടും എന്തുകൊണ്ട് ഈ പ്രകോപനം ഉണ്ടായി എന്നതാണ്. രണ്ട് തരത്തിലുള്ള സർക്കാർ സംവിധാനം, സൈനിക സർക്കാരെന്നും ജനകീയ സർക്കാരെന്നുമുള്ള സംവിധാനത്തിലെ പിഴവ്, ആ നിയന്ത്രണമില്ലായ്മയായിരിക്കുമോ എന്നതാണ് വിലയിരുത്തേണ്ടത്. സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇങ്ങനെ വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നു, അതിനെ വെടിനിർത്തൽ കരാർ ലംഘിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ജനിതക ഘടനയിലുള്ളതാണ്. നമുക്കറിയാമല്ലോ, 1972 സിംല കരാർ എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം ഈ ലൈൻ ഓഫ് കൺട്രോളിൽ വെടിനിർത്തുക എന്നുള്ളതാണ്, സമാധാനം പുലർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് കാശ്മീർ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കുക എന്നുള്ളതാണ്. 1972 സിംല കരാറാണ്. ആ സിംല കരാറിലെ എന്തെങ്കിലും വകുപ്പുകൾ ഇവര് പാലിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അതിനുശേഷം 2021 വീണ്ടും നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിൽ ഈ സമാധാനം പുലർത്തുക, വെടിനിർത്തൽ നടത്തുക എന്നൊക്കെ പറയുന്ന കരാർ ഒപ്പിട്ടു. വീണ്ടും അവരതിനെ ലംഘിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ വെടിനിർത്തൽ കരാർ പോലുള്ള പരസ്പരം സമാധാനം പുലർത്തുന്നതിനുള്ള പല കരാറുകളും നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അവയെല്ലാം ലംഘിക്കുന്ന തരത്തിൽ ഇപ്പൊ അത് വാജ്പേയി നടത്തിയ, ലാഹോർ നടത്തിയ സഞ്ചാരത്തിന് ശേഷവും അതല്ലെങ്കിൽ ആഗ്രയിലെ കരാറിന് ശേഷവും ഒക്കെ അത് എപ്രകാരം ലംഘിക്കാം, എത്രത്തോളം ഭീകരമായി അതിനെ ലംഘിക്കാം, ഭീകരാക്രമണത്തിലൂടെ ലംഘിക്കാം എന്നുള്ള തരത്തിലുള്ള തെളിവുകൾ നിരവധി തന്നിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് നമുക്ക് ഇപ്പോ നടത്തിയ ഈ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം ഒരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ വെടിനിർത്തൽ കരാറിൽ ഏതൊക്കെ നേതൃത്വങ്ങളാണ്, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർബന്ധപ്രകാരമാണോ, സൈനിക നേതൃത്വത്തിന്റെ ധാരണ പ്രകാരമാണോ ഇത് വെടിനിർത്തൽ ഉണ്ടായത്, അതോ സൈനികരുടെ ഇടയിൽ തന്നെ ആസിം മുനീറിനെ എതിർക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു കൃത്യമായ മെസ്സേജ് ഈ പാകിസ്ഥാനിൽ നിന്ന് വാസ്തവത്തിൽ കിട്ടുന്നില്ല. കിട്ടുന്നതാകെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇതാണ്. കാരണം അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് നമ്മുടെ സേന DGMOയെ വിളിച്ചത്. അപ്പൊ അവർ തമ്മിലുള്ള ചർച്ചകളുടെ DGMO വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സേനയുടെ തലപ്പത്ത് നിന്നുള്ള നിർദ്ദേശമില്ലാതെ അദ്ദേഹത്തിന് വിളിക്കാൻ കഴിയത്തില്ല. അപ്പൊ സേനയുടെ തലപ്പത്ത് നിന്ന് അംഗീകാരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ DGMO നമ്മുടെ DGMOയെ വിളിക്കുന്നു. അതിനെ തുടർന്ന് ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമേരിക്കയുടെ ഭാഗത്ത് സമ്മർദ്ദം വരുന്നു, സൗദി അറേബ്യയുടെ ഭാഗത്ത് സമ്മർദ്ദം വരുന്നു. അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ വന്നു. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാകിസ്ഥാൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് സമാധാനം ഒപ്പിടുന്നു, കരാർ ഒപ്പിടുന്നു. അവസാനം 3 മണിക്കൂർ കഴിയുമ്പോൾ ആ കരാർ ലംഘിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഇത്രമാത്രം ഈ മഷി ഉണങ്ങുന്നില്ലെന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടത്തുക നമ്മൾ ഈ ഭംഗ്യന്തരേണ പറയാറുണ്ടെങ്കിലും അതാണ് വാസ്തവത്തിൽ ഇന്നലെ സംഭവിച്ചത്. അപ്പൊ അത് ഈ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് കാണിക്കുന്നത്. ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത്? ഇപ്പൊ സേനയാണോ, രാഷ്ട്രീയ നേതൃത്വമാണോ, അത് സേനയിൽ തന്നെ പ്രത്യേകമായ വേറൊരു വിഭാഗം ഈ ആസിം മുനീറിന്റെ താല്പര്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം അല്പം ആശ്വാസമുള്ളത്, അത് വളരെ ശക്തമായി തുടർന്നില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഒക്കെ പാകിസ്ഥാനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് ലഭിക്കുകയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അവരുമായി ചർച്ച നടത്തുകയും, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വേറൊരു ഇതിനകത്ത് വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഈ നഗ്രോത്തയില് ഉണ്ടായ ഭീകരാക്രമണമാണ്. നഗ്രോത്തയില് 3 ഭീകരന്മാർ സൈനിക യൂണിഫോമിൽ വന്ന ആക്രമണം സൈനിക കേന്ദ്രമാണ്. അതായത് ജനങ്ങള് നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ അണാമടായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ല, സൈനിക മേഖലയിൽ വന്ന ആക്രമണം നടത്തിക്കൊണ്ട് പോയി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഇതുണ്ട്. അതായത് നമ്മൾ സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് ഉണ്ടായ സംഭവമാണിത്.
അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നമ്മൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ, അത് സർജിക്കൽ സ്ട്രൈക്ക് ആയാലും അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഉള്ളിൽ കയറി നടത്തുന്ന ആക്രമണങ്ങളാണെങ്കിലും ഇവര് ഈ ഭീകരരായിട്ട് നടക്കുന്ന ആളുകളെ ഇതൊന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള നിലപാടുകളിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത് അവസാനിപ്പിക്കാൻ കഴിയുക എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കണം. കാരണം ഈ സൈനിക പരിഹാരം മാത്രമല്ല ഇതിനുള്ള പരിഹാരം, അതിനേക്കാൾ കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സമസ്ത മേഖലയിലെ, അത് സാമ്പത്തിക മേഖലയും സാമൂഹ്യ മേഖലയും രാഷ്ട്രീയ മേഖലയും, അതായത് പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ അവസാനിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അവസാനിപ്പിക്കാൻ എത്രമാത്രം കഴിയുന്നു, കാരണം ഈ അവരുടെ രാഷ്ട്രീയത്തിൽ, പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ കശ്മീർ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ISIയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ഈ ഒരു പദ്ധതി തന്നെ സിയാഉൽ ഹക്ക് 1988 ഓപ്പറേഷൻ തുപ്പാക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെയാണ് ഇതിൽ തുടങ്ങുന്നത്. ഈ പ്രോക്സി വാർ തുടങ്ങുന്നത് ഈ ഓപ്പറേഷൻ തുപ്പാക്ക് എന്ന് പറയുന്ന 1988 സിയാഉൽ ഹക്ക് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ്. അതായത് ലോ കോസ്റ്റ് വാർ, പ്രോക്സി വാർ എന്ന് പറയുന്നത്, അതായത് ചെലവ് കുറഞ്ഞ യുദ്ധം കാശ്മീരിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് നടത്തുക എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഓപ്പറേഷൻ തുപ്പാക്ക് പദ്ധതി രൂപീകരിച്ചിട്ട് ISIയെ ആണ് ഏൽപ്പിച്ചത്. അപ്പൊ ISIയുടെ നേതൃത്വത്തിൽ ഇത് ഈ 1988 മുതൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ മാനമെന്ന് പറയുന്നത് ഈ സോവിയറ്റ് യൂണിയനെതിരായിട്ട് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് മുജാഹിദീനുകളെ പരിശീലിപ്പിച്ച് ഈ ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ അനുഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ മാതൃക ഇന്ത്യക്കെതിരെയും തുടരാമല്ലോ എന്ന് കണ്ടുകൊണ്ടാണ് ഈ സിയാഉൽ ഹക്ക് കാശ്മീരിൽ ഇങ്ങനെയുള്ള ലോ കോസ്റ്റ് വാർ അല്ലെങ്കിൽ പ്രോക്സി വാർ നടത്താൻ വേണ്ടി ഓപ്പറേഷൻ തുപ്പാക്ക് എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുകയും അതിന്റെ ഫലമാണ് വാസ്തവത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് പറയുന്നത് കാശ്മീർ അവരുടെ അജണ്ടയായിരിക്കുക, അത് തന്നെ പ്രോക്സി വാർ ആണ് അതിനുള്ള മാർഗമായി കണ്ടെത്തുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ വീണ്ടും തുടരാനുള്ള സാധ്യത തന്നെയാണുള്ളത്.